സലാമുൻ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ അലാ ഖബറിൽ അമീനിൽ മുബാറക്കി ബറക്കത്താക്കപ്പെട്ട ആ ഖബറിൻ്റെ മേൽ, അല്ലമീൻ്റെ ഖബറിൻ്റെ മേൽ. ഫകൻസുൻ അതൊരു ട്രഷറിയാണ്, അതൊരു നിധിയാണ്. ഈ അഹ്യാഇൻ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും. ദുഖുറുൽ ഹവാലിക്ക് മരിച്ചവർക്ക് അത് നിക്ഷേപവുമാണ്. മരിച്ചവർക്ക് അത് നിക്ഷേപമാണ്. അതായത് മരിച്ചവർ അള്ളാഹിൻ്റെ കോടതി എന്താ ചെയ്തു വെച്ചെങ്കിൽ ഞാൻ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്തെന്ന് പറയാലോ. ഏത് മലക്കിനോടും അത് പറയാം. എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എന്ത് പറയാം, ഞാൻ പുണ്യ റസൂലിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, നന്മയാണ്. അത് തള്ളിക്കളയാൻ ഒരിക്കലും തള്ളൂല. ഒരിക്കലും ഒരാളുടെ ഹജ്ജ് അള്ളാഹ് തള്ളിക്കളഞ്ഞാലും റസൂലുള്ളാഹിനെ പോയി കണ്ടത് അള്ളാഹു തള്ളൂല. കാരണം അള്ളാഹിൻ്റെ ഹബീബാണത്. അള്ളാഹിൻ്റെ റസൂലിനെ ഒരാൾ പോയി കണ്ടു, ഇനി അതൊരു എന്താ പറയുക, അത് വലിപ്പത്തരത്തിൽ കണ്ടാൽ പോലും അള്ളാഹു തള്ളിക്കളയും. അള്ളാഹ് ഈ ലോകത്തെ ഏറ്റവും വലിയ തള്ളിക്കളയാത്ത നന്മയാണ്. ഫീ കുല്ലി അമലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ ഇല്ല സ്വലാത്തു അല നബിയിൽ മുസ്തഫ. ഏത് അമലും അള്ളാഹു തള്ളാം, സ്വലാത്തിനെ തള്ളൂല. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അത്ഭുതകരമായ ആയത്താണ് എന്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന. അത് അള്ളാഹിൻ്റെ മലക്കുകളുടെയും കർമ്മമാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ, മുഅ്മിനീങ്ങളെ ബാക്കി വേണമെങ്കിൽ സ്വലാത്തിലേക്ക് കൂടി ജീവിതത്തിൽ ബാക്കി അത് ബാക്കിയാവും. അതൊരിക്കലും ഫീ കുല്ലി അമലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ ഇല്ലാ ഫി സ്വലാത്തി അല നബിയിൽ മുസ്തഫ. പുണ്യ റസൂലിൻ്റെ മേലുള്ള സ്വലാത്തിൽ മഖ്ബൂൽ മർദൂദ് എന്ന രണ്ട് ഭാഗം ഇല്ല. മഖ്ബൂലേ ഉള്ളൂ, മർദൂദ് ഇല്ല. തള്ളപ്പെടൂല, സ്വലാത്തിനെ തള്ളപ്പെടൂല, ഒരിക്കലും തള്ളൂല. അതാണ് മദീനയിൽ. അതുതന്നെയാണ് മദീന പോയി കാണാൻ. മക്കയിൽ പോയി നീ സിയാറത്ത് ഹജ്ജ് ചെയ്താലും ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തള്ളിയേക്കാം. അതേ സമയത്ത് മദീനയിൽ പുണ്യ റസൂലുള്ളാഹിനെ പോയി കണ്ടാൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അതാണ് പറഞ്ഞത്, ഫകൻസുൽ അഹ്യാഇൻ, ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും അത് നിധിയാണ്. അവരെന്ത് പ്രശ്നം അവിടെ പറഞ്ഞാൽ തീരും. വ ദുഖുറുൽ ഹവാലിക്ക്, മരിച്ചു പോയ ആളുകൾക്ക് ഇതാകട്ടെ നിക്ഷേപവുമാണ്. എന്ത്, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യൽ നിക്ഷേപമാണ്. അള്ളാഹിൻ്റെ കോടതിയിൽ ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുന്ന ഒരു അമലാണ് എന്ത്, സിയാറത്തു ഖബരി നബിയിൽ മുസ്തഫ. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഇത് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന എല്ലാവർക്കും മദീനത്ത് പോയി കരയാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ സലാമുൻ അലാ ഫഖരിൻ ലിനളിൻ വമാലികിൻ വഗുനിയതു ഐതാമിൻ വമഅവൽ മമാലികി. സലാമുൻ അലാ ഫഖരിൻ ലിനളിൻ, നെളിറിൻ്റെയും മാലിക്കിൻ്റെയും അഭിമാനത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. നെളിർ മാലിക് അത് റസൂലുള്ളാഹിയുടെ പരമ്പരയാണ്. ആ പരമ്പരക്ക് അഭിമാനം ആയ ഒരാളുടെ മേൽ. അപ്പം ഫഖർ, ഇവിടെ ഫഖറോട് ഉദ്ദേശിച്ചത് ആരെയാണ്? സലാമുൻ, അള്ളാഹിന്റെ സലാം ഉണ്ടാകട്ടെ അലാ ഫഖരിൻ, ആ അഭിമാനത്തിൻ്റെ മേൽ. ആർക്കുള്ള അഭിമാനം? ഈ നെളിറിനും മാലിക്കിനൊക്കെ ഉള്ള അഭിമാനം. നെളിർ അതായത് ആര്? ഖുറൈശികൾ. നെളിർ എന്ന് പറഞ്ഞാൽ നെളിറിനും മാലിക്കിനും അഭിമാനമായ ആളുടെ മേൽ അള്ളാഹിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. നെളിറിനും മാലിക്കിനും അഭിമാനമുള്ള ആളാരാ? റസൂലുള്ളാഹ്. നെളിർ മാലിക് കബീലക്കാരൊക്കെ ഞങ്ങളെ കൂട്ടത്തിലാണ്. റസൂലുള്ളാഹ് ജനിച്ചു, അതല്ലേ അവർ പറയാ, അവരെ അഭിമാനം അതല്ലേ. നെളിറിന് റസൂലിനുള്ള ഇല്ലെങ്കിൽ നെളിറിനും മാലിക്കിനും എന്ത് അഭിമാനമുള്ളത്? ലോകത്ത് ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കബീലയാണ് നെളിർ. നെളിറിൻ്റെ കുടുംബം, മാലിക്കിൻ്റെ കുടുംബം, അതൊക്കെ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ. അപ്പൊ ആ പരമ്പരയിൽ ഒട്ടി നിൽക്കുന്ന ഏതൊരാളും ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്ക് എന്താ പറയുക? ഞങ്ങൾ നെളിർ കബീലക്കാരാണ്, ഞങ്ങൾ മാലിക്കിൻ്റെ കുടുംബമാണ്. എന്താ കാരണം? ആ കുടുംബത്തിലാണ് ആര് പിറന്നത്? ലോകത്തെ പുന്നോമന പുത്രൻ മുഹമ്മദ് മുസ്തഫ. അതാണ് പറഞ്ഞത് സലാമുൻ അലാ ഫഖരിൻ, ആ അഭിമാനത്തിൻ്റെ മേൽ അല്ലാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. ഫഖ്റോട് ഉദ്ദേശിച്ചത് റസൂലുള്ളാഹിനെ. ആർക്ക് അഭിമാനം? നെളിറിൻ്റെ ആളുകൾക്കും മാലിക്കിൻ്റെ ആളുകൾക്കും. അതൊക്കെ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ വന്ന ആളുകളാണ്. പിന്നെ ആ പരമ്പര ഇങ്ങോട്ട് ഇറങ്ങാതെ എങ്ങോട്ട് പോയാലും അവർക്ക് എന്ത് പറയാ? ഞങ്ങൾ നെളിറിൽപ്പെട്ട ആളുകളാണ്. എന്തേ? പിന്നെ ആരും മിണ്ടൂല. ബുദ്ധിയുള്ള ഏതാർക്കും അറിയാം നെളിറിൻ്റെ കബീലയിലാണ് ആര് പിറന്നത്? മുഹമ്മദ് മുസ്തഫ. മാലിക്കിൻ്റെ പരമ്പര മുഹമ്മദ് മുസ്തഫ. പിന്നെ സലാമുൻ അലാ ഫഖരിൻ ലിനദിരിൻ വമാലികിൻ
വഉന്നത്തു ഐതാമിൻ വമഅ്വൽ മമാലികി. വഉന്നത്തു ഐതാമിൻ, യതീമക്കളെ സമ്പന്നരാക്കിയ ആളുടെ മേൽ അല്ലാഹു സലാം ഉണ്ടാകട്ടെ. യതീമക്കളെ സമ്പന്നരാക്കിയതാരാ? യതീമക്കളെയൊക്കെ പിന്നീട് യതീമക്കൾ പിന്നെ സമ്പന്നരായിട്ടുണ്ട്. ആരെ കാരണത്താൽ? പുണ്യ റസൂലിന്റെ ഉന്നത്ത്. ഉനിയത്ത് എന്ന് പറഞ്ഞാൽ സമ്പന്നം ആക്കി, ഒരു സമ്പന്നതയാക്കി. ആർക്ക് സമ്പന്നത കൊടുത്തു? ഇപ്പൊ യതീമായാൽ മതി, നാട്ടുകാരെ ഏറ്റെടുക്കും. കാരണം എന്തേ? ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും യതീമിനെ സംരക്ഷിച്ചവനും ഇങ്ങനെയാണ്. അപ്പൊ യതീമിന് സമ്പന്നത കൊടുത്തത് ഒരു വ്യക്തിയാണ്. അതാരാ? ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ആളുകളായിരുന്നു ആര്? യതീമക്കൾ. പിൽക്കാലഘട്ടത്തിൽ ആർക്കും പിടിയും വലിയ ഒരു യത്തീംഖാനയിൽ കുട്ടികളില്ലാത്ത യത്തീംഖാന എത്രയാണ്? എത്ര കുട്ടികളില്ല? കുട്ടികളില്ലാത്ത യത്തീംഖാനകൾ എനിക്കറിയാം. ഒരു സ്ഥലത്തൊരു പേര് പറയുന്നത്, ഞാൻ യത്തീംഖാനയിലെത്തിയപ്പോൾ യത്തീംഖാനയിലെ ഉത്തരവാദിത്തപ്പെട്ട എന്നോട് വന്ന് പറഞ്ഞു, അതെ കുട്ടികളെ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ കുറേ ചിരിച്ചുപോയി. കാരണം ബാപ്പ മരിച്ചാലേ കിട്ടുള്ളൂ. നീ എന്താ ചെയ്യാ ചോദിച്ചാൽ ഞാൻ എൻ്റെ പണിൻ്റെ അറിയാം. എന്ത് നിങ്ങൾ കുറച്ച് ഇത് കൊട്ടേഷൻ കൊടുക്കുക. തണ്ടാരും മരിച്ചിട്ടല്ലോ കുട്ടികളെ കിട്ടണമെങ്കിൽ. അപ്പൊ ലോകത്ത് ആർക്കും പ്രധാന പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ മഊൻ ഇറങ്ങാനുള്ള കാരണം എന്താ? യതീമിനോടുള്ള ദുരോഹം. യതീമക്കൾ, ഒരു യതീമായ കുട്ടി രാത്രി പട്ടിണി കിടന്ന കുട്ടി ഉറക്കം വരാതെ അപ്പോൾ ചുടുന്ന മാംസത്തിൻ്റെ ഗന്ധം വന്നു. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്ന് എണീറ്റു. ഒരു മരുഭൂമിയുടെ പരിസരത്ത് താമസിക്കുന്ന, മക്കയിലെ മരുഭൂമി പരിസരത്ത് താമസിക്കുന്ന ഒരു വീട്. അപ്പോൾ ആ വീട്ടിൽ ഭക്ഷണമില്ല. ആ യതീമായ കുട്ടി, ബാപ്പ മരിച്ചു പോയതാണ്, അങ്ങനെ കിടക്കുക. അപ്പോൾ ചുടുന്ന നല്ല പുതിയ ചുട്ട മാംസത്തിൻ്റെ ഗന്ധം വന്നപ്പോൾ കുട്ടി എണീറ്റ് കുടിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നടന്ന് നോക്കുമ്പോൾ അറബികൾ, വലിയ വലിയ അറബികൾ എന്ത് ചെയ്യുന്നുണ്ട്? കള്ളുടിക്കും, ഒട്ടക മാംസത്തെ ചുട്ടു തിന്നുമുണ്ട്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ തൊലബൽ അഹ്മൻ, അപ്പോൾ ആ കുട്ടി കുറച്ച് മാംസം എനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്ന കാരണത്താൽ ഈ ധനാഢ്യന്മാർ, അവരെ സംബന്ധിച്ച ദുശകുനമാണ്. ആര്? ഒരു സദസ്സിലേക്ക് യതീമി കയറി വന്നാൽ ആ സദസ്സിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോയി എന്നാണ് അക്കാലത്ത് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ കുട്ടി അവരെ അടിച്ചു. അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്നാണ് സൂറത്ത്. അങ്ങനെ ആളുകളാൽ ആരാലും തിരസ്കരിക്കപ്പെട്ടൊരു സമൂഹമായിരുന്നു ആര്? യതീം. ആ യതീമക്കളെ പിന്നെ സമ്പന്നരാക്കി. യതീമക്കൾ പിന്നെ സമ്പന്നരായി. ആ സമ്പന്നതക്ക് കാരണക്കപ്പെട്ട ആൾ അതാരാണ്? മുഹമ്മദ്. ഉറക്കപ്പറ മുഹമ്മദ്. സത്യല്ലേ? ഒരു യതീമായി കൊടുത്താൽ മതി. ആ യതീമിനെ ഇന്ന് ലോകം സംരക്ഷിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ അത് വളരെ വലിയൊരു സത്യമാണ്. യതീമിന് ഇത്ര വില കൊടുക്കുന്ന ഒരു സമുദായം ഇസ്ലാമിനെ പോലെ ലോകത്ത് കാണാൻ സാധ്യമല്ല. സത്യല്ലേ ഞാൻ പറഞ്ഞു? ഭയങ്കര അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഉസ്താദ്മാർ വരെ അടിക്കൂല. എത്തി കുട്ടിയ എന്തോ കുരുത്തക്കേട് കാട്ടിയിട്ട് ഉസ്താദ്മാർ അടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നല്ല സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ, ഉസ്താദ്മാർ സ്വന്തം ശിഷ്യന്മാരടിക്കൂല. അടിക്കാൻ കൈ പൊന്തിക്കണ നേരത്തെ ഓർമ്മ വരും. എന്താണ്? ആ യതീമാണ്, അടിക്കാൻ പാടില്ല. എന്തേ? ഒരാൾ പറഞ്ഞിട്ടുണ്ട്, യതീമിനെ സംരക്ഷിച്ചവനും ഞാനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇപ്രകാരമായിരിക്കും. അപ്പൊ ആർക്കും വേണ്ടാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിൽ ഇത്ര സുഭിക്ഷതയും സമ്പന്നതയും കിട്ടാൻ കാരണക്കാരൻ ഒരാളാണ് മുഹമ്മദ്. അങ്ങനെ ആരാ? ഈ മനുഷ്യൻ പകരം ഒരാളെ പറയാൻ കഴിയില്ല. സഹസ്രാബ്ദങ്ങളായി ലോകം അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ജനത, അതാണ് യതീം. ആ യതീം പിന്നെ സമ്പന്നത കൊണ്ട് കുഴങ്ങി. ഒരാള് ശകാ ഇലാ റസൂലില്ലാഹി ഖസ്വത ഖൽബിഹി, അവന്റെ ഹൃദയം, ഒരു വ്യക്തി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, എൻ്റെ ഹൃദയം കഠിനമാണ്, എന്തായിട്ട് എൻ്റെ ഹൃദയം നന്നാവണില്ല.
ഫഅജാബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ കഠിനമായ ഹൃദയത്തിന് ലോലമായി തീരാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഖർജിബ് ഇലൈക്കൽ യതീം ഫംസഹ് അലാ റഅസി. സദസ്സിൽ പരിസരത്ത് കാണുമ്പോഴത്തേന് എറിഞ്ഞോടിക്കും, വടിയെടുത്താട്ടും, കല്ലെറിഞ്ഞോടിക്കും. ആ കൂട്ടമാണ് എന്ത് യതീം. എന്നിട്ട് നബി എന്താ പറയുന്നറിയോ? എന്താ പറയുക? നിന്റെ ഹൃദയത്തിൻ്റെ കഠിനത തീരണ ഒരു നല്ല മരുന്നുണ്ട്. എന്ത്? ഖർജിബ് ഇലൈക്കൽ യതീം. നീ നിന്നിലേക്ക് ഒരു യതീമിനെ അടുപ്പിച്ച് നിർത്തുക. ഫംസഹ് അലാ റഅസിഹി. എന്നിട്ട് തലയിലൂടെ ഇങ്ങനെ തടഞ്ഞു കൊടുക്കുക, ചേർത്ത് പിടിക്കുക തലയിൽ. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ കാഠിന്യമില്ലാതാവും എന്ന് പുണ്യ റസൂൽ. ഖർജിബ് ഇലൈക്കൽ യതീം ഫംസഹ് അലാ റഅസിഹി. ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ലോകത്ത് ആർക്കും വേണ്ടാത്ത ആളുകളാണ് യതീം. ആ യതീമിനെ ലോകത്ത് ആർക്കും പിടിയും വലിയായി. എന്തുകൊണ്ട്? യതീം എന്ന സമൂഹം തന്നെ സമ്പന്നമായി. ആ സമൂഹത്തിന് ഇനി ഒരു ആവശ്യമില്ലാതെയായി. യതീമാണോ എന്നറിഞ്ഞാൽ ലോകം അവരെ പോറ്റും. എന്തുകൊണ്ട്? ഒരു മനുഷ്യനാണത്, അത് മുഹമ്മദാണ്. എന്താ പറയും? എന്തൊക്കെയാ ചെയ്ത് പറയാനില്ല. ആർക്കും വേണ്ടാത്തൊരു ജനതക്ക് പിന്നെ ഒന്നും വേണ്ടതായി. കാരണം അവർക്ക് മറിച്ചു കൊടുക്കാൻ ആളുകളാണ്. യതീമാണോ ജനം സംരക്ഷിക്കും. എന്തേ? ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും യതീമിനെ സംരക്ഷിച്ചവൻ ഇപ്രകാരമാണ്. ആ മനുഷ്യന്റെ വിലയാണ് ഇന്ന് ലോകത്താകെ അനാഥകൾക്ക് കിട്ടിയ നേട്ടം. അപ്പോൾ യതീമിന്റെ സമ്പന്നത മുഹമ്മദാണ്, അല്ലേ? പറയല്ലേ? പഴയ കാലത്ത് ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ പഴയ കാലത്ത് മരിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു വേദനയിലാണ് മരിക്കുക. എൻ്റെ കുട്ടി ആര് സംരക്ഷിക്കും? മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഇനി മുസ്ലിമീങ്ങളുള്ള നാട്ടിലും പ്രശ്നമില്ല. ഒരു മുസ്ലിം ഒരു നാട്ടിലുണ്ടെങ്കിൽ അത് ജാതി മതം അവിടെ ഇല്ല. എന്ത്? ഒരാൾ മരിച്ചാൽ ആ കുട്ടികളെ വേണ്ട നിലക്ക് സംരക്ഷിക്കാൻ ജാതി മതം ഇല്ല. എത്ര ആളുകൾ അന്യമതത്തിലെ മക്കളെ ആ മതത്തിൽപ്പെട്ടവരായി പോറ്റി വളർത്തി എത്ര സംഭവങ്ങൾ ഈ സമുദായത്തിൻ്റെ ഇല്ലേ? എത്ര സംഭവങ്ങൾ. എന്ത്? ആ യതീമിനോടുള്ള പരിഹാരം. ജാതി മതവും ഇല്ല, യതീമായാൽ മതി. ആ മതത്തിൽ ഹിന്ദുവായ യതീം കുട്ടിയെ പോറ്റി ഹിന്ദുവാക്കി വളർത്തി, ക്രിസ്ത്യാനിയായ യതീം കുട്ടിയെ പോറ്റിയിട്ട് അതിനെ ക്രിസ്ത്യാനിയാക്കി വളർത്തി. എന്തേ? പാപ്പ മരിച്ച ആളെ, അച്ഛൻ മരിച്ച ആളെ പരിഗണിക്കണം കേട്ടോ എന്ന് 1400 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. അത് യതീം എന്ന സമൂഹം തന്നെ ആ വാക്കുകൊണ്ട് സമ്പന്നമായി പോയി. അല്ലേ? മനസ്സിലാവണല്ലേ പറഞ്ഞത്? അതാണ് മുഹമ്മദ്. മുഹമ്മദ് ആ ആൾക്ക് പറയേണ്ട പേരന്യ മുഹമ്മദ്, പ്രശംസിക്കപ്പെടേണ്ട ആൾ. അതല്ലേ എൻ്റെ അർത്ഥം? ഭയങ്കര വല്ലാത്തൊരാളാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ സലാമുൻ അലാ ഖൈരിൻ സലാമുൻ അലാ ഫഖ്രിൻ ലിനദരിൻ വമാലികി വഗുന്യാതു ഐതാമി വമഅവൽ മമാലികി അടിമകൾക്കുള്ള അഭയകേന്ദ്രവുമായ ആളമേൽ. അടിമകൾക്കുള്ള അഭയകേന്ദ്രം. ഏത് അടിമയും ഒരു പ്രയാസം അനുഭവിച്ചാൽ നബിയോടെ വന്ന് പറയാം, അപ്പോൾ പരിഹാരം ഉണ്ടാക്കും. മഅവ അഭയസ്ഥാനം. അൽ മമാലിക്കി മംലൂക്കുകളുടെ, മംലൂക്ക് എന്നാൽ അടിമ, അടിമയുടെ അഭയകേന്ദ്രവുമായ ആളമേൽ അല്ലാഹു സലാം ഉണ്ടാകട്ടെ. അടിമയെ അടിമ എന്ന് പോലും വിളിച്ചപ്പോൾ ആക്ഷേപിച്ചു. തൻ്റെ ഒരു സ്വഹാബി അടിമയെന്ന് വിളിച്ചു. അപ്പോൾ അടിമ നബിയോട് വന്ന് വിളിച്ചു, എൻ്റെ യജമാനൻ അടിമയെന്ന് വിളിച്ചു. അയാളെ പഠിപ്പിച്ചു. അടിമയെന്ന് പറയും. അടിമ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാഹ് യാ ഫതാ, എൻ്റെ ബാല്യക്കാരാന്ന് പറഞ്ഞു. നിന്റെ വീട്ടിൽ നിന്റെ അടിമ ഉണ്ടായിരിക്കാം, പക്ഷെ അടിമയെ എന്ത് പറയരുത്? അടിമയെന്ന് പറയരുത്. യാ ഫതാ, എൻ്റെ ബാല്യക്കാരാ. യാ സഗീർ, എൻ്റെ മോനെ. യാ റഫീഖ്, എൻ്റെ കൂട്ടുകാരാ. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്ത് പറയണ്ട? അടിമയെ അടിമ എന്ന് വിളിക്കൽ പോലും നിരോധിച്ചു. എന്താ നബി അപ്പോൾ പറഞ്ഞത്? ഇന്നകം ഫീക ജാഹിലിയ്യ, നീ ഇപ്പോഴും ജാഹിലിയത്തുള്ള ഒരു മനുഷ്യനാണ്. ഇത് ജാഹിലിയത്താണ്. അടിമയെ അടിമ എന്ന് വിളിക്കൽ ജാഹിലിയത്താണ്. അജ്ഞാന കാലഘട്ടത്തിലെ തമ്മാടിക്കൂട്ടങ്ങൾ വിളിച്ചിരുന്നതാണ് അടിമയെന്ന്. നീ അങ്ങനെ വിളിക്കാൻ പാടില്ല. നീ അവന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. മനസ്സിലുണ്ട് പറഞ്ഞത്?
ഇസ്ലാമിൽ മനസ്സിലായല്ലോ, രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ അല്ലാതെ അടിമാവിമോചനം നടന്ന ഒരു സമുദായം ഇസ്ലാമാണ്. ആരും എന്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാലും അടിമയെ മോചിപ്പിക്കാൻ പറയും. ഒരാൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വേഗം റസൂൽ പറയാം അടിമയെ മോചിപ്പിക്കുക. ആദ്യത്തെ കാര്യം എന്താണ്? ആദ്യം ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ എൻ്റെ ഹജ്ജിനെ അങ്ങനെ ചെയ്തു, ഞാൻ എൻ്റെ നോമ്പിൽ ഇങ്ങനെ ചെയ്തു, എനിക്ക് ഞാൻ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വേഗം എന്താ പറയാ? അടിമയെ മോചിപ്പിക്കുക. ആദ്യത പറയാം. അതാണ് അത്. പിന്നെ ആ അടിമ പിന്നെ യജമാനനാവുക. ഉമർ ഇബ്നുൽ ഖത്താബിന് ബിലാലിനെ പേടിയാ, സിദ്ദീഖുൽ അക്ബറിന് ബിലാലിനെ പേടിയാ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ബിലാലിനെ പേടിയാ. ബിലാൽ നാട് സിദ്ദീഖ് മോചിപ്പിച്ച അടിമയാണ് ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹബീബായ റസൂൽ വഫാത്താകുമ്പോൾ നാട് വിട്ടുപോകാൻ വേണ്ടി ഖലീഫയായ സിദ്ദീഖിനോട് ആവശ്യപ്പെടുമ്പോൾ സിദ്ദീഖ് സമ്മതിച്ചില്ല. 2 വട്ടം പറഞ്ഞു സമ്മതിച്ചില്ല. പിന്നെ പറഞ്ഞു ശരിയാണ്, നിങ്ങൾക്ക് എൻ്റെ മേൽ അവകാശമുണ്ട്, നിങ്ങളാണല്ലോ എന്നെ അടിമത്തത്തിൽ നിന്ന്, ആ അവകാശമല്ലേ നിങ്ങൾ പറയാം. അപ്പോൾ ചെറിയ അങ്ങനെ പറയണ്ട. എന്താ വേണ്ടത്? സിദ്ദീഖിനെ പേടിയ. ആരെ പേടിയ? ബിലാലിനെ പേടിയ. അതാണ് മമാലിക്ക്, എല്ലാ അടിമകളുടെയും അഭയമാണ് മുഹമ്മദ്. നേതാവ്, നേതാവ് എന്ന് പറയാം, അല്ലാതെ നാട്ടുകാരെന്ന് പിരിവടത്താനല്ല നേതാവ്. നേതാവ് പറഞ്ഞാൽ കുഴഞ്ഞോൻ്റെ അഭയമാകാൻ കഴിയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുഴഞ്ഞോ വന്നൊരു കാര്യം പറഞ്ഞാൽ അതിന് അഭയം കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇയാൾക്ക് റഹ്മത്ത് എന്ന് പറയുന്നത്. ഇയാൾ റഹ്മത്ത് ഇല്ല റഹ്മത്തല്ല. ഒരു നേതാവ്, നേതാക്കന്മാർക്ക് നേതാവാണ് മുഹമ്മദ് മുസ്തഫ. എന്താ മുഹമ്മദ് മുസ്തഫ? മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു അഭയ കേന്ദ്രമാണ്, ഒരു കാരുണ്യമാണ്. എന്തോ ഒരാൾക്ക് പോയി പറയാം. അതിനാണ് കുട്ടി എന്ത് നേതാവ്. നേതാവ് എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം അണിയുന്നവനോ, നല്ല ശിരോവസ്ത്രം അണിഞ്ഞവനോ, നല്ല കുപ്പായിട്ടവനോ, നല്ല കാറിലിറങ്ങി, ഇതൊക്കെയാണ് ഇന്നത്തെ വ്യാഖ്യാനം. ഇന്ന് നേതാവ് പറഞ്ഞാൽ ഏറ്റവും വലിയ വാഹനത്തിലിറങ്ങിയവൻ. നേതാവ് പറഞ്ഞാൽ കുറേ ആളുകൾ സിന്ദാബാദ് വിളിക്കണവൻ. നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല ആളുകളുടെ നടുവിൽ യാത്ര ചെയ്യുന്നവൻ, ആരാലും പ്രശംസിക്കപ്പെടുന്നവൻ, സിന്ദാബാദ് വിളിക്കാനും മറ്റിനും ആളുള്ളവൻ, നൈഷാദ് തിന്നാൻ കഴിയുന്നവൻ. ഇതിനൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നേതാവ് എന്നറിയാം. ഇതല്ല നേതാവ്. നേതാവെന്നാൽ പറയും, നേതാവെന്നാൽ അക്ഷരരായ ആളുകൾക്ക് അഭയം കൊടുക്കാൻ കഴിഞ്ഞവനേ നേതാവാകുള്ളൂ. അതാണ് നേതാവ്. അത് നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. നേതാവിന് ഉറക്കം കിട്ടൂല. അതാണ്. നെയ് നദിക്കരയിൽ ഒരാട്ടിൻകുട്ടിക്ക് പട്ടിണിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നേതാവാണ്. അതാണ് ഉമർ. അതാണ് ഉമറിനത് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. മനസ്സിലാവേണ്ടത് എല്ലാ നെറുകേടിനും മധ്യവർത്തിയായി നടന്നിരുന്ന ആളാണ് ഈ ഉമർ. മനസ്സിലാവേണ്ട പറഞ്ഞത്. വലിയ വലിയ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് മധ്യവർത്തിയായി വാദിക്കാൻ നടന്നിരുന്ന ആളും തല്ലാനും കൊല്ലാനും നടന്നിരുന്ന ആളാണ് ഉമർ. ആ ഉമറാണ് പിന്നെ എന്ത് നെയ് നദിക്കരയിൽ ഒരാട്ടിൻകുട്ടിക്ക് പട്ടിണിയാന്ന് പറഞ്ഞാൽ അതിനും എന്നോട് ചോദിക്കുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ. മനസ്സിലായില്ലേ പറഞ്ഞു? അതന്നെ. അതാ ആ അവസ്ഥ. അതാണ് നേതാവ്. നേതാവ് എന്നാൽ നേതാവാണ്. നേതാവ് എന്ന ആർക്കും പോയി പറയാം, ആർക്കും. അതാണ് മമാലിക്കി, അടിമകളുടെ അഭയകേന്ദ്രവുമായ ആളമേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ. ഒന്നുകൂടി. സലാമുൻ അലാ ഫഖ്രിൻ ലിനളിരിൻ വമാലിക്കിൻ വഗുനിയതു ഐതാമിൻ വമഅവൽ മമാലിക്കി സലാമുൻ അലൈഹി മിൻ ഖദീമിൻ മുതയ്യമി യുബശ്ശിറുഹു മിൻ കുല്ലി ഹാക്കിൻ വഹായിക്കി. സലാമുൻ അലൈഹി, ആ നബിയുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. മിൻ ഖദീമിൻ, ഈ സർവന്റിൽ നിന്ന്, മുതയ്യമിൻ, അടിമയാക്കപ്പെട്ട, പ്രേമം കൊണ്ട് അടിമയാക്കപ്പെട്ടവനാണ് മുതയ്യം. ഈ പ്രേമം കൊണ്ട് അടിമയാക്കപ്പെട്ട ഈ സർവന്റിൽ നിന്നുള്ള ആ ഒരു സലാം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരിക്കട്ടെ. ആരാ പ്രേമം കൊണ്ട് അടിമയാക്കപ്പെട്ട അടിമയാക്കപ്പെട്ട സർവന്റ്? ആരാ? ഇബ്രാഹിം യാസിൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മളെ അവരെ കൂട്ടത്തിലാക്കി തരട്ടെ.
ലോകത്തെ ഏറ്റവും വലിയ നേട്ടം. റസൂലുള്ളാഹിനെ പ്രേമിക്കാൻ കഴിയില്ല. അതിന് പകരം ഒരാളില്ല. ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ലോകത്താരാണ്? ഏത് കുഴഞ്ഞോൻ്റെ ഒപ്പം നിന്നെടുത്തൊരു മനുഷ്യൻ. ഇന്നും ആ മനുഷ്യനെ കൊള്ളാൻ ലോകം സമ്പന്നമായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും പരിസരത്തിൽ ഒരു മനുഷ്യൻ, ഒരു ഹിന്ദു ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഹിന്ദുവിനല്ല ഉത്തരവാദിത്തം, അതിൻ്റെ പരിസരത്തുള്ള മുസ്ലിമിന്. അയൽ വീട്ടിലൊരാൾ പട്ടിണി കിടക്കുന്ന നേരത്ത് നിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂട്ടത്തിൽ പെട്ട ആളല്ല. എന്താ പറയണ്ടേ? ലായുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് സത്യവിശ്വാസിയാകാൻ കഴിയില്ല. അവൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അയൽവീട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട്. അവൻ്റെ അയൽവാട്ടുകാർ പട്ടിണിയല്ല എങ്കിൽ അവർ എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ മതത്തിൽപ്പെട്ടവരല്ല. ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ വലിയതല്ല. ഒരു ജൂതൻ 10,000 സ്വർണ്ണ നാണയം ചോദിച്ചു എൻ്റെ വീട്ടിൽ. അപ്പോൾ ആളുകൾ കളിയാക്കി, 10,000 സ്വർണ്ണ നാണയം നിങ്ങളെ ഈ വീട്ടിന്? അപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിന്, ഈ സ്ഥലത്തുള്ള വീട്ടിന് 10,000 സ്വർണ്ണ നാണയം തന്നാലും നിങ്ങൾക്ക് നഷ്ടമല്ല. അനജാറു ഹസൻ, ഞാൻ ഹസൻ്റെ അയൽവാസിയാണ്. ഈ വീട് ഹസൻ്റെ വീട്ടിൻ്റെ പരിസരത്താണ്. ഹസൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് പട്ടിണി ഉണ്ടാവില്ല. പിന്നെ അയാൾക്ക് തൊഴിലിനുണ്ട് ആവശ്യമില്ല. മനസ്സിലായില്ല? ഒരാൾ, ഒരു ജൂതൻ വില പറയാണ് വീട്ടിന് എത്ര? 10,000 സ്വർണ്ണ നാണയം തരണം. അപ്പോൾ ആളുകൾ വന്ന് കളിയാക്കി ചിരിച്ചു. 10,000 സ്വർണ്ണ നാണയം ഈ ഒരു മണ്ണിൻ്റെ കൂടിന്? അപ്പോൾ പറഞ്ഞു, ഇത് വേറെ എവിടെയാണെങ്കിലും 1000 സ്വർണ്ണ നാണയത്തിനില്ല, പക്ഷെ ഇവിടെ ഇത് 10,000-നും അല്ല. എന്തുകൊണ്ട്? ഇത് ഹസൻ്റെ പരിസരത്താണ്. ഹബീബ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ്റെ പരിസരത്ത് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്കത് മതിയാവും. അയാൾക്ക് പണി എന്താണ്ട് ആവശ്യമില്ല. അയാൾ തൊഴിലിന് പോയിട്ടില്ലെങ്കിലും ഹസൻ്റെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിലും ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും. ആ അവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ ഉയർത്തിയില്ലേ? എന്താ പറഞ്ഞ വാക്കിൻ്റെ ഒക്കെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞേ, ആ അവസ്ഥയിലേക്ക് ഒരു സമൂഹം ഉയരണമെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ആളാ മുഹമ്മദ് തന്നെയല്ലേ ആള്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.